1 കിലോ കോഴി വെച്ചിട്ട് ചിക്കൻ കടായി ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് 4 എണ്ണം, 2 തക്കാളി, ഒരു പൊട്ട് ഇഞ്ചി, 2 വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത്. വെളുത്തുള്ളി ഞാനൊരു 5-8 ഇല്ലി എടുത്തിട്ടുള്ളൂ. 1 ടീസ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് ചിക്കൻ മസാല, 3/2 ടീസ്പൂണ് മല്ലി, 2 ഏല, കാറാമ്പൂവ് 3 എണ്ണം, 2 കഷ്ണം പട്ട. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. ഇതിൽ കുരുമുളകും ചിക്കൻ മസാലയും നമ്മൾ കോഴി വേവാൻ നേരത്തെ ഇടാൻ പാടുള്ളൂ കേട്ടോ, ആദ്യമേ ഇടാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു ചട്ടിയൊക്കെ വെച്ച് കണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഉള്ളി വഴറ്റാനുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ എപ്പോഴും ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം വാടി കിട്ടും. നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ അടുപ്പത്താണ്. ഇതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നത്. 2 തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇത് നല്ലപോലെ വഴറ്റണം കേട്ടോ നമ്മൾ. ഞാൻ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ ഉള്ളിയും തക്കാളി കുത്തി ഉടക്കണം കേട്ടോ. ഞാൻ ഗ്യാസിൽ വെച്ചാൽ നമുക്ക് ഈ വിറകിൽ വെച്ചാൽ നമുക്ക് വേഗം ഈ വെള്ളമൊക്കെ വറ്റി കോഴിയൊക്കെ പാകത്ത് വേവായി കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ച് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ മല്ലിപ്പൊടി, വലിയ ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഏല, പട്ട, പൂവ് ഇതും ഞാൻ ഇതിൽ ചേർത്തിക്കൊണ്ടിട്ടുണ്ട്. ഈ എണ്ണയിൽ ഇത് നല്ലപോലെ വഴറ്റിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിനൊരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഇതിനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തു വെച്ച കോഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കോഴിയൊക്കെ ഒന്ന് വേവട്ടെ. എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ചേർത്താൻ കേട്ടോ. ഇതൊന്ന് നല്ലതുപോലെ വെന്ത് വേവായി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ തിളക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, എല്ലാ ഭാഗവും ഒന്ന്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നെല്ലാം. നമ്മൾ ചിക്കനൊക്കെ വേവായിട്ടുണ്ട്. ഇതുണ്ടോ വെള്ളമൊക്കെ പാകത്തിനായിങ്ങാണ്ട് വേവായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി നമ്മളെ ഈ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ കോഴി വേവായതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലുള്ളൂ അതിനൊരു വേറെ ടേസ്റ്റ് ഉണ്ട്. ആദ്യമേ ചിക്കൻ മസാല തിളച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് രസം ഉണ്ടാവില്ല. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് വേറെ ടേസ്റ്റ് കിട്ടും, നല്ല രസമുള്ളൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി, നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ഇനി നമ്മൾ ഒന്ന് കുറച്ച് സമയം തിളച്ചാൽ മതി. ഈ ചിക്കൻ മസാലയും കുരുമുളകും ഇതുണ്ട് നല്ലതുപോലെ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം തിളച്ചാൽ മതി കേട്ടോ. ഇത് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉള്ള കറിയാണ്. നമുക്ക് നെയ്ച്ചോർക്ക് കറിയൊക്കെ വേണമല്ലോ. അപ്പോൾ ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ചിക്കൻ്റെ കറിയാണ്. നമ്മൾ കടായി എന്നും പറയും, ചിക്കൻ കറി എന്നും പറയും. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ ഒന്നും ഇട്ട് കൊടുക്കണില്ല, കുറച്ചിട്ട് കൊടുക്കണുള്ളൂ. ഇതിൽ നമുക്ക് ഈ ചിക്കൻ മസാലേൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ അധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ
ആ ടേസ്റ്റ് മല്ലിച്ചപ്പിൻ്റെ മാത്രം. അടുപ്പത്ത് തീ കത്തിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കറക്റ്റായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കൂ. നല്ല ചിക്കൻ കടായി ടേസ്റ്റിൽ കഴിക്കാം. നല്ല നെയ്ച്ചോറും കോഴി കടായിയും കൂട്ടി നമുക്ക് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും കേട്ടോ. നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയാണ്ട് കുക്കറൊക്കെ ഗ്യാസ് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കണത്. നല്ല മഴ ഉണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റായ നെയ്ച്ചോറ് കഴിക്കാം നമുക്ക്. അതിനായി ഞാനൊരു കുക്കർ ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ്, മിൽമൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ മിൽമയുടെ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണ് മിൽമയുടെ നെയ്യ് ഒഴിച്ചങ്ങാണ്ട് 1/2 ടീസ്പൂണ് RKG ഒഴിച്ചിട്ട് ആണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ചോറ് വേവായതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് RKG കേട്ടോ. RKG ഒരു 1/2 ടീസ്പൂണ് RKG ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ഒരു വലിയ ഉള്ളി വഴറ്റാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊരിച്ചെടുക്കണം നമ്മൾ. ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഉള്ളി വാങ്ങിയിട്ട് നമ്മൾ ഇതിലിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മളെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കോരി വെക്കണേ. നമ്മളെ ചോറ് വേവായതിന് ശേഷം വഴറ്റി വെച്ച ഈ ഉള്ളി ഇടുകയാണ് ടേസ്റ്റ് കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഞാൻ ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കോരിയെടുക്കണേ. ഇതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, ഇതും കൂടി നമ്മൾ ഈ നെയ്യിൽ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെള്ളത്തിൽ ഇടുന്നതും വഴറ്റിയെടുക്കുന്നതായിട്ട് വേറെ ടേസ്റ്റിന് മാറ്റമുണ്ട് കേട്ടോ. ആ നെയ്ച്ചോറ് വെറുതെ കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ തോന്നും. അപ്പം നമ്മളെ ക്യാരറ്റ് വാടി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരിയെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇതിൽ വഴറ്റിയെടുക്കണം. ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 100 ഗ്രാം നെയ്യിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ടാവും കേട്ടോ. ഒരു 100 ഗ്രാമിൻ്റെ കുറച്ച് 25 ഗ്രാം കുറച്ചിട്ട് ബാക്കിയുള്ള ഇത് ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആ ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ വയറ്റിയിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇത് ഞാൻ ആ അരി 3 ഗ്ലാസ് അരിയാണ് കേട്ടോ. ഈ പാത്രത്തിൻ്റെ ഇത്രയുണ്ട്. ഇതിന് ഇരട്ടി വെള്ളമാണ് നമ്മൾ ഈ അരി കഴുകി ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ ഇരട്ടി വെള്ളമാണ്. അല്ലെങ്കിൽ വെള്ളം അധികമാവും, അല്ലെങ്കിൽ കുറയും. ഈ ഗ്ലാസ് കണ്ടോ, ഞാൻ ഇതിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തത് കേട്ടോ. അതിന് അപ്പോൾ 6 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഞാൻ 6 ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ഇട്ടണം. ഉപ്പ് എല്ലാവരെയും പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പട്ടി പൂവ് വേലയും അതിലേക്ക് ആവശ്യമായത് ഇട്ട് കൊടുക്കണം. ഞാൻ ഏല
ഒരു 6-7 ഏലക്കായി, പൂവ്, പട്ട, ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളെ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റിന് ഇത് വേണമല്ലോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. വെള്ളമൊക്കെ തിളക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അരി ഇട്ടതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ പാകമല്ലേ ഒന്ന് നോക്കി നമ്മൾ ഇനി കുക്കർ മൂടി വെക്കാൻ പോവുകയാണ്. ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം നമ്മൾ വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് കൊടുക്കണം. കുക്കർ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും സിമ്മിലിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. പിന്നെ അത് ദമ്മിൽ കടന്ന് വേവായിക്കോളും. ഇനി കുക്കറിൻ്റെ മൂടിയൊക്കെ തുറക്കാൻ പോവുകയാണ്. ഞാൻ ഒരു വിസിൽ വന്ന് 5 മിനിറ്റ് സിമ്മിലിട്ട് കൊടുത്തുകൊണ്ട് ഓഫാക്കിയിട്ട് കുറച്ച് സമയയുടെ ദമ്മിലിട്ടിട്ട് ഞാൻ അതിൻ്റെ വിസിലിൻ്റെ ദമ്മ് കുറച്ച് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വഴറ്റി വെച്ച് ഈ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ്, കറിവേപ്പില ഇതെല്ലാം അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ശരിക്ക് നല്ല സോഫ്റ്റായ ചോറ് നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കട്ടെ. നല്ല ടേസ്റ്റിയായ നെയ്ച്ചോറും കോഴി കടായിയും നമുക്ക് ചൂടോടെ ഉച്ചക്കും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.